ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ജാസ്മിനുമായിട്ടുള്ള കൊളാബ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു പാട്രിയാർക്കിക്കൽ കൺസെപ്റ്റിന്റെ അപ്പുറത്തേക്കും കേട്ട ഒരു വിഷയത്തെ ആദ്യമായിട്ട് മലയാളികളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഗബ്രി ജാസ്മിൻ വിഷയം എന്ന് പറയുന്നത്. ക്ലോസ് ആയിട്ടുള്ള ഒരാളെ അൺഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വിഷയങ്ങളായിരിക്കും. ജാസ്മിൻ ഒരു മുസ്ലിം പെൺകുട്ടി ആയതേ തുടർന്നാണ് ഇത് ഒരുപാട് ആ കുട്ടിക്ക് ഒരുപാട് ഹെയ്റ്റേഴ്സ് വന്നു തുടങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ജാസ്മിൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ജീവിച്ചു വന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചട്ടം ഇടാനായിട്ട് താല്പര്യമില്ല, അങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷവും നാഗചൈതന്യമായിട്ടുള്ള വെഡ്ഡിംഗ് ഫോട്ടോ റിമൂവ് ചെയ്യാത്ത സമന്തയെ പറ്റിയിട്ടാണ് ചർച്ചകൾ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചാനലിനകത്ത് തന്നെ ഒരു ന്യൂസ് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം മാത്രം അവർ പുറത്തേക്ക് നമ്മളോട് ഡയറക്റ്റ് പറയുന്നു. ഇവരുടെ മോശം കാര്യങ്ങൾ ഇവരുമായിട്ട് പ്രശ്നമുള്ള ആൾക്കാർ അപ്പുറത്ത് നിന്ന് പറയുന്നു. ഇവർ ആ റിലേഷൻ ഇരിക്കുന്ന സമയത്ത് അറിയുന്നില്ലല്ലോ ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവാണ്, ഈ നയൻതാര പോയി വിക്കീനെ ഇനി കല്യാണം കഴിക്കും, ഇങ്ങനെ ഒരു കുടുംബമാവുന്നൊന്നും അവർ ചിന്തിക്കുന്നില്ലല്ലോ. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ച ജാസ്മിൻ ജാഫറും ഗബ്രിയും. ഇത് ഇപ്പൊ കോമഡി ആയിട്ട് കൊണ്ടുവരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആരെ ഫോളോ ചെയ്യുന്നു, ആരെ അൺഫോളോ ചെയ്യുന്നു, അൺഫോളോ ചെയ്തെങ്കിൽ അവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അവർ അടിച്ചു പിരിഞ്ച് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. നമ്മൾ നോക്കുമ്പോഴേക്കും എന്താ പറയുക, ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ജാസ്മിനുമായിട്ടുള്ള കൊളാബ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗബ്രി ജാസ്മിനെ ഫോളോ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ജാസ്മിൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല ഗബ്രീനെ. പക്ഷെ ജാസ്മിൻ്റെ അക്കൗണ്ടിൽ ഗബ്രി ആയിട്ടുള്ള കൊളാബ് കിടപ്പുണ്ട്, ഗബ്രി ആയിട്ടുള്ള വീഡിയോ കിടപ്പുണ്ട്. ആദരക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നാമത്തെ കാര്യം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയാം. ഈ പറയുന്ന ബിഗ് ബോസ് സീരീസ് തൊട്ട് ബിഗ് ബോസ് കണ്ട് ഉണ്ടായ ആ ഒരു ഇവർ തമ്മിലുള്ള ആ ഒരു ക്ലോസ് അത് അറിഞ്ഞതല്ല. അതിൻ്റെ അപ്പുറത്തേക്കും ഒരു നെഗറ്റീവ് റീച്ച് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പാട്രിയാർക്കിക്കൽ കൺസെപ്റ്റിൻ്റെ അപ്പുറത്തേക്കും കേട്ട ഒരു വിഷയത്തെ ആദ്യമായിട്ട് മലയാളികളുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഗബ്രി ജാസ്മിൻ വിഷയം എന്ന് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ നോൺ മാരിറ്റൽ അഫയേഴ്സ് ഇവിടെ സുലഭമാണെങ്കിലും അതൊരു പബ്ലിക്കലി ഒരാൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഹെയ്റ്റ് ജാസ്മിൻ ഗബ്രി വിഷയത്തിലുണ്ടാവുകയും പിന്നീട് പുറത്തു വന്നിട്ട് അവരെ ഒരു സിങ്കൊക്കെ കണ്ട് എന്നുവെച്ചാൽ പറയുന്നവർ പറഞ്ഞോട്ടെ ഇവരിപ്പോഴും സിങ്കാണ്, അങ്ങനെയാണ് ഗബ്രിയും ജാസ്മിനെയൊക്കെ അറിയുന്നത്. നേരത്തെ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. കാരണം ഇത് നോൺ എന്താ പറയാ മാരിറ്റൽ അഫെയർ അല്ല. എന്ന് വെച്ചാല് നമുക്കിവിടെ അവിഹിതങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പൺ അപ്പായി ഒരു സമൂഹത്തിലേക്ക് എനിക്കിപ്പോ ഞാൻ ഇയാളായിട്ട് ഒരു ഇഷ്ടത്തിലാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് മറ്റൊരാളോട് ഒരു ഇഷ്ടം തോന്നാം എന്നൊരു ചോയ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജാസ്മിന്റെ വിഷയത്തിലാണ്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ വിഷയങ്ങളിലും ഉണ്ടായിരിക്കാം, പക്ഷെ ജാസ്മിന്റെ വിഷയത്തിലായിരുന്നു. ജാസ്മിന് പുറത്തൊരു ആളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ഒരു സീസൺ ആയിരുന്നു ജാസ്മിന്റെ സീസൺ. അപ്പോൾ അന്ന് പബ്ലിക്കലി ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ജാസ്മിന് കിട്ടിയിട്ടുണ്ടായിരുന്നതും ആ ഒരു വിഷയം. ആസ് എ പ്ലെയർ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പോലും വിലയിരുത്തുന്നതിൻ്റെ അപ്പുറത്തേക്കും കുറേ ഇമോഷണലി ആയിരുന്നു ജാസ്മിൻ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് കേട്ടുകൊണ്ടിരുന്ന കാര്യം ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പേർലി ശ്രീനീഷ് പോലെയൊന്നും ആവത്തില്ല, ഇത് കഴിയുമ്പോൾ മാറും എന്ന രീതിയിലാണ്. പക്ഷെ ഇത് പുറത്തു വന്നു കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതാണ്. ഈ അടുത്തായിരുന്നല്ലോ ഗബ്രിയുടെ അനിയത്തിയുടെ മാരേജ് ഒക്കെ, അതുവരെ ഇവർ ക്ലോസ് ആയിട്ടുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കാണുന്ന സമയത്ത് കുറച്ച് നാളെന്ന് വെച്ചാൽ ആദ്യ സമയം ഹെയ്റ്റ് ഉണ്ടായിരുന്നത്, പിന്നെ ആൾക്കാർ ഇവരെ സ്വീകരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ജാസ്മിനെയും ഗബ്രിയെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതും. പണ്ട് ഏറ്റവും മോശമായി തെറി വിളിച്ച കമന്റുകളൊക്കെ പിന്നീട് രണ്ടുപേരും ഓക്കെ ആയിരിക്കുന്നു. ഏറ്റവും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് തന്നെയായിരുന്നു അവരുടെ വീഡിയോസിലും ട്രിപ്പിലൊക്കെ കാണാൻ പറ്റുന്ന. ഒരു റിലേഷൻഷിപ്പ് വൈസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കും. ആ കാരണം കൊണ്ട് തന്നെയാണ് ക്ലോസ് ആയിട്ടുള്ള ഒരാളെ അൺഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വിഷയങ്ങളായിരിക്കും. ഇതിങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവർ വിഷയങ്ങളൊന്നും അധികം എടുത്ത് നോക്കാതെ ഗബ്രി ജാസ്മിൻ വിഷയം എടുത്ത് നോക്കാം. കാരണം ഓൾറെഡി കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു അത്. അപ്പോൾ പണ്ടൊരിക്കൽ കുറേ ആൾക്കാരുടെ ജഡ്ജ് ചെയ്തൊരു കാര്യമാണ് ഇവർ അടിച്ചു പിരിയും,
അപ്പൊ പിരിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും അന്ന് പറഞ്ഞ കുറ്റങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന ഫോളോ റിക്വസ്റ്റും ഫോളോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തമ്മിലുണ്ടായിരുന്നായിരിക്കും. ഇതിനു മുൻപ് ഒരുപാട് കോൺട്രവേഴ്സീസ് ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇത് പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പാണോ, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വേറെ എന്തെങ്കിലും തലങ്ങളിലേക്കുള്ള കാര്യങ്ങളാണോ എന്നുള്ളതൊക്കെ ആളുകൾക്ക് സംശയമാണ്. പക്ഷെ ഇവരൊന്നിനും പിടികൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. കാരണം നമ്മളതിനെ ബോധിപ്പിക്കാൻ വേണ്ടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നിൽക്കണ്ടാത്ത ഒരു ആവശ്യം അവർക്ക് അതിനുള്ള ആവശ്യമില്ല. അവർക്ക് അതിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളൊരു മട്ടിലാണ് രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ സദാചാരക്കാർ ഇങ്ങനെ ഓരോന്നോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒരു മുസ്ലിം പെൺകുട്ടി ആയതേ തുടർന്നാണ് ഇത് ഒരുപാട് ആ കുട്ടിക്ക് ഒരുപാട് ഹെയ്റ്റേഴ്സ് വന്നു തുടങ്ങിക്കൊണ്ടിരുന്നത്. കാരണം ഇപ്പം വേറെ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ജാസ്മിൻ ചെയ്യുമ്പോൾ മാത്രം ഇത്ര ഇഷ്യൂ ആവുന്നു എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് ജീവിച്ചു വന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, സോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടിക്ക് കമന്റ് വന്നുകൊണ്ടിരുന്നത്. തട്ടം ഇടാനായിട്ട് താല്പര്യമില്ല, അങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല, ഇതൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരുന്നത്. ശരിക്കും എനിക്ക് ജാസ്മിൻ ചെയ്ത ഒരു വിഷയത്തോട് എനിക്ക് ജാസ്മിനോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. കാരണം പലപ്പോഴും പലരും പറയുന്നൊരു കാര്യം, ഇപ്പൊ ഇന്ന് അല്ലെങ്കിൽ ഈ ജാസ്മിന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ജാസ്മിന്റെ നിലപാട് അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പൊ അവള് നേരെ വിരുദ്ധമായിട്ടാണല്ലോ, അവൾ അന്ന് പെർഫ്യൂം ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ ആളാണ്, ഇപ്പോൾ അതാ പെർഫ്യൂം ഉപയോഗിക്കുന്നു. എനിക്ക് പക്ഷെ അതിനോട് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. കാരണം ഇന്ന് ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന എൻ്റെ നിലപാട് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ചിന്തകളും വെച്ചായിരിക്കും. നാളെ ആ ചിന്ത മാറത്തില്ല എന്ന് എന്താ ഒരു ഉറപ്പ്? ഈ പറയുന്ന എല്ലാ ആൾക്കാരുടെയും കാര്യം ഇതിപ്പോൾ റെക്കോർഡിക്കലായിട്ട് ഇവരൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയ കിടക്കുന്നത് കൊണ്ടാണ് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ഒരുപാട് മാറ്റം ഉണ്ടായി. ഒരു മെച്ചർ ലെവലിലേക്കൊക്കെ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സർക്കിളുകൾ മാറുമ്പോൾ നമ്മളുടെ നിലപാടുകൾക്ക് ചേഞ്ച് ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് എടുത്തു വെച്ചിട്ട് ഇപ്പൊ ജാസ്മിൻ പണ്ട് അങ്ങനെയായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് മാത്രം അല്ലെങ്കിൽ ട്രൂ ലവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാത്രമായിട്ടുള്ള ആൾക്കാർ ലിവിങ് ടുഗദറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം, ഇത്ര പെട്ടെന്ന് നിലപാട് മാറി, 2 കൊല്ലത്തിലാണ്, അങ്ങനെ കുറെ സാധനം ജാസ്മിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് അവരുടെ ലൈഫിനകത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ജാസ്മിൻ അല്ലേ. ജാസ്മിന് ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ചെയ്യാനായിരിക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് മറ്റൊരാളുമായിട്ട് അഫെയർ ആവാൻ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അന്ന് തട്ട വിടുന്നത് ഇഷ്ടമായിരിക്കാം. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി, പ്രൊഫഷണൽ മാറി, അല്ലെങ്കിൽ പല ചിന്തകൾ തോട്ട് മാറി, എനിക്കിപ്പോൾ അത് ഇടുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇവരാരെയും പോയി പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ. ഇപ്പൊ എനിക്കിപ്പോൾ പുറത്തൊരാളുമായിട്ട് ഞാൻ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അകത്ത് വെച്ച് എനിക്ക് ഗബ്രിയെ ഇഷ്ടമായി, അതുകൊണ്ട് എനിക്ക് ഗബ്രിയോട് ഒരു പ്രത്യേക ഫീലുണ്ട്, ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നാളെ തൊട്ട് എല്ലാ പെൺകുട്ടികളും ഇതേപോലെ ഇഷ്ടപ്പെടൂ എന്ന് ജാസ്മിൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടായി. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും പുറത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായത്. അകത്ത് എന്നപ്പോൾ ഒരു 10-90 ദിവസങ്ങളോളം ഒരാളോടൊപ്പം നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ എന്തെങ്കിലും ഇമോഷൻസ് അവിടെ വർക്കൗട്ട് ഉണ്ടായി കാണും. ആ ഒരു ഇമോഷൻസ് വർക്കൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം ഈ 24 hours ഒക്കെ എങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്? ഇത്രയധികം ക്യാമറാസ് വെക്കുന്ന സമയത്ത് അഭിനയിക്കാൻ ഒരു സാധ്യമാകത്തില്ല. ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ബാക്കി ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഒരിടത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇമോഷൻസ് എല്ലാവരും അറിഞ്ഞു. അത് മാത്രല്ല, ഇതിപ്പോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നത് അത് നോർമലായിട്ട് കാണാത്ത കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇതിപ്പം എല്ലാവരുടെയും കേസിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ചില ആൾക്കാർക്ക് ചില എന്താ പറയാ എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ഫീല് ബാക്കിയുള്ളവരോട് വരുന്നത് അത് നോർമലാണ്, അതങ്ങനെ തോന്നാം. പക്ഷെ അത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അത്രയും വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരോ ടോപ്പിക്കുകളാണല്ലോ അതിനകത്ത് വരുന്നത്. പക്ഷെ ഇവരുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ആളുണ്ടായിരുന്നു, അതിനുശേഷം
ബിഗ് ബോസിലേക്ക് കയറി. പക്ഷെ ഇവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഇവര് റിലേഷൻഷിപ്പാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ആണിനും പെണ്ണിനും അത്രയും ക്ലോസ് ആയിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നേച്ചത്. പിന്നെ അതിനുശേഷം അയാൾ വന്ന് പറയുണ്ടായിരുന്നല്ലോ അയാൾക്ക് ഇതിനകത്ത് തുടരാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ ശരിക്കുള്ള ആ ഒരു ബി പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് ഇതിനകത്ത് തുടരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് എനിക്ക് തോന്നുന്നു മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിനുശേഷം അയാൾ കല്യാണം കഴിച്ചപ്പോഴും ഇതിന്റെ അടിയിൽ വന്നിരുന്ന കമന്റും കാര്യങ്ങളും എന്തായാലും നല്ലൊരു ബന്ധം കിട്ടിയല്ലോ, അതിനെക്കാട്ടിലും ബെറ്റർ ആണിത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴേക്കും എന്താ പറയാ, ഇത് ഓരോ ആൾക്കാരും പല രീതിയിലാണ് അവര് ഇത് നോക്കി കാണുന്നതെന്നുണ്ടെങ്കിലും ഇവര് ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആൾക്കാർക്ക് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമന്റുകൾ ഇടുന്നത് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക് സാമന്തയുടെ കല്യാണമാണ് ഓർമ്മ വന്നത്. സാമന്ത കല്യാണം കഴിച്ച സമയത്ത് അവളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനകത്തിൽ ഇപ്പോഴും നാഗചൈതന്യമായിട്ടുള്ള ഒരു പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രമുഖ മാധ്യമത്തിനകത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും നാഗചൈതന്യമായിട്ടുള്ള വെഡ്ഡിംഗ് ഫോട്ടോ റിമൂവ് ചെയ്യാത്ത സമന്തയെ പറ്റിയിട്ടാണ് ചർച്ചകൾ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചാനലിനകത്ത് തന്നെ ഒരു ന്യൂസ് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ഒരു അല്ലെങ്കിൽ ഒരു മൂവ് ഓൺ അല്ലെങ്കിൽ മറ്റൊരു ബന്ധം എന്തെങ്കിലും ഒരു കാര്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ അത് ഏത് മേഖല ആയിക്കോട്ടെ ആ രീതിയിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ ഹിസ്റ്ററി പോയി തപ്പുന്നത് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ശീലമാണ്. അപ്പോൾ ഇത് ഡെയിലി ഇങ്ങനെ ആൾക്കാരെ ഇപ്പോൾ സെലിബ്രിറ്റീസിനെ തന്നെ ഡെയിലി വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫോണിലുള്ള സെലിബ്രിറ്റീസിനെയും ആൾക്കാർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്. കാരണം ഓൾറെഡി അവരൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇതെല്ലാം അവരുടെ ലൈഫ് ഓൾറെഡി ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസ് നമുക്കറിയാം. അതിൻ്റെ അകത്തെ ഏറ്റവും ഇവർക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം മാത്രം അവർ പുറത്തേക്ക് നമ്മളോട് ഡയറക്റ്റ് പറയുന്നു. ഇവരുടെ മോശം കാര്യങ്ങൾ ഇവരുമായിട്ട് പ്രശ്നമുള്ള ആൾക്കാർ അപ്പുറത്ത് നിന്ന് പറയുന്നു. ഇതാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത്. ഇത് രണ്ടും അറിയാവുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അടുത്തത് എന്താണ് നടക്കുന്നതെന്ന് നോക്കി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്ന് ഇപ്പോൾ ഗബ്രിയോ ജാസ്മിനോ ഒന്ന് പുറത്തോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അവർ പറയണ്ട. ഇവരുടെ ഈ പറയുന്ന അക്കൗണ്ടുകൾ തന്നെ നോക്കിയാൽ മതി. ഇത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അൺഫോളോ അടിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഈ സ്മൃതി മദാനയുടെ ആ വിഷയത്തിനകത്തിലും ഇതേപോലെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രകാരം തന്നെ ആൾക്കാർ ഇങ്ങനെ ജഡ്ജ്മെന്റുകളിലേക്കൊക്കെ എത്തുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ പോസ്റ്റ് റിമൂവ് ചെയ്ത് ഒരു പോസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഊഹിച്ചെടുക്കാം ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ തമ്മിൽ അടിച്ച് ഉണ്ടാവുന്നത്. അത് ഒരു സോഷ്യൽ മീഡിയ ഇടങ്ങളുടെ ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ആക്കിയ പോലും ആൾക്കാർ മറക്കത്തില്ല. ചിലപ്പോ ഇനിയിപ്പോ കുറച്ചുകൂടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ആക്കിയാൽ ഇത് ഏതെങ്കിലുമൊക്കെ ഫാൻ പേജ് കിടന്ന് കറങ്ങുന്നുണ്ടാവും. എത്ര കാലം മുമ്പുള്ള ഈ സിംബുവിൻ്റെയും നയൻതാരയുടെ ഒക്കെ ഞാൻ ഈ അടുത്തിടയ്ക്കും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ സെറ്റിനകത്തിലുള്ള ഇവര് റിലേഷൻ ആയിരുന്ന സമയത്തുള്ള ഇവരുടെ കുറച്ച് മൊമെന്റ്സ് അത് ഇടയ്ക്ക് സിംബു വന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സിനിമാ സെറ്റിലുള്ള ഇത്തരം ഇവരുടേതായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പുറത്തു പോയതിൽ അയാൾക്ക് വിഷമമുണ്ട് എന്നുള്ള സാധനം പറയുന്നുണ്ട്. അത് അവർ തമ്മിൽ ഏറ്റവും ക്ലോസ് ആയിട്ടിരുന്ന സമയത്ത് പുറത്തു പോയ വിഷ്വൽസ് ആണ്. ഇവർ ആ റിലേഷൻ ഇരിക്കുന്ന സമയത്ത് അറിയുന്നില്ലല്ലോ ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവാണ്, ഈ നയൻതാര പോയി വിക്കീനെ ഇനി കല്യാണം കഴിക്കും, ഇങ്ങനെ ഒരു കുടുംബമാവുമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ലല്ലോ. ആ സമയത്ത് അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഇതേപോലെ പുറത്തേക്ക് പോകുന്ന ഒരു സ്വാഭാവികമാണ്. പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഈ വീഡിയോ വീണ്ടും ഇത്ര മില്യൺസ് ഓഫ് ആൾക്കാർ കാണുന്നത് എന്തുകൊണ്ടാണ്? രണ്ടുപേരും രണ്ട് ലൈഫായി. ഇതിന് ശേഷം സിംബുവിന് ഒരുപാട് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്, എന്നിട്ടും ഈ സാധനം ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെയാണ് മഞ്ജു വാര്യറുടെയും ദിലീപിന്റെയും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കല്യാണക്കുറിയുടെ റീല് കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോ അത് കഴിഞ്ഞ വർഷങ്ങളായി ഇവരുടെ ഡിവോഴ്സിന്റെ വീഡിയോ ഇതൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ. കാരണം ഇവര് മൂവ് ഓൺ ആയി, ഇവരുടെ ലൈഫ് ചേഞ്ച് ആയെന്നുള്ളതിന് ഒരു പ്രസക്തി ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യക്കേടാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മളിതൊക്കെ മറന്നു പോകുമായിരിക്കും. പക്ഷെ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കാൻ വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോഴോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവണ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും? ചെയ്യുന്ന ആൾക്കാര് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ചില കപ്പിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് മൂവ് ഓൺ ആയി വേറെ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഉണ്ടായി കഴിഞ്ഞാലും
ഈ സാധനം തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടും. കാരണം നിങ്ങൾ പണ്ട് എന്ത് രസമായിരുന്നു, ചിലരുടെ വീഡിയോസിനകത്തിലൊക്കെ പോയി പറയുന്നേക്കാം നിങ്ങൾക്ക് ഒന്നുകൂടെ വീണ്ടും ഒന്നുകൂടെ സെറ്റ് ആയിക്കൂടെ, വീണ്ടും ടുഗദർ ആയിക്കൂടെ എന്നുള്ളത്. അപ്പോൾ എന്തോ ഒരു പ്രധാന വിഷയം കൊണ്ടാണ് ഇവർ പിരിഞ്ഞത്. എന്നുവെച്ചാൽ ഒരിക്കലും ചിലപ്പോൾ ഈ പറയുന്ന നോൺ മാരിറ്റൽ അഫെയറുകൾ കൊണ്ടായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഭീകര പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഇവർ സൂപ്പർ കപ്പിൾസ് ആണ്. ഇപ്പൊ ജാസ്മിനും ഗബ്രിയും നല്ല ബോണ്ടായിട്ടുള്ള രണ്ടുപേരാണ്. അവർ പിരിയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ രണ്ടുപേർക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പുകൾ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം പിരിഞ്ഞത്, അങ്ങനത്തെ രീതിയിലേക്കൊക്കെ ജഡ്ജ്മെന്റുകൾ വരാം. ഇതിന്റെ ഏറ്റവും സേഫസ്റ്റ് സോൺ എന്ന് വെച്ചാൽ രണ്ടുപേരും പ്രതികരിക്കാതിരിക്കുന്നത്. പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ്, നാളെ നിലപാട് മാറാം, രണ്ടുപേരും വീണ്ടും സിങ്ക് ആവാം, പറയാൻ പറ്റൂല. ഇപ്പൊ എന്തെങ്കിലും ഒരു പണക്കം കൊണ്ടാണെങ്കിലും ചിലപ്പോൾ അത് പറഞ്ഞു തീർക്കാം. പക്ഷെ മേ ബി ഇപ്പൊ നമ്മൾ അവരെ പറ്റി എന്തെങ്കിലും ഇവർ തമ്മി വന്ന് പറയുകയാണെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. അതാണ് രസം എന്ന് പറയുന്നത്. അതാണ് മിക്ക ടോപ്പിക്കുകളും സംബന്ധിച്ച് പല സെലിബ്രിറ്റീസും ഉണ്ടെന്നില്ലല്ലോ. അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയധികം കേട്ടിട്ട് പോലും പല സെലിബ്രിറ്റീസും ഈ പറയുന്ന ഒരു ഗോസിപ്പുകൾക്ക് റിപ്ലൈ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നാളെ എന്തെങ്കിലും വിവാദമായാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ആരും മിണ്ടാത്തത്. പല കാര്യങ്ങളും അങ്ങനെയാണ് പുറത്തേക്ക് വരാത്തത്.